ഉപ്പുതറ ടൗൺ ഗതാഗതക്കുരുക്കിൽ വീർപ്പുമുട്ടുന്നു. അനധികൃത പാർക്കിംഗാണ് ഗതാഗതക്കുരുക്കിന് പ്രധാന കാരണം. വീതി കുറഞ്ഞ ടൗണിൽ ഓട്ടോ ടാക്സി സ്റ്റാൻഡ് പ്രവർത്തിക്കുന്നതും പാർക്കിംഗ് സൗകര്യമില്ലാത്തതും ഉപ്പുതറ ടൗണിനെ ശ്വാസം മുട്ടിക്കുന്നു. കോട്ടയം മെഡിക്കൽ കോളേജിലേക്കടക്കം ആംബുലൻസുകൾ ഉൾപ്പെടെ കടന്നുപോകുന്ന റോഡിലാണ് അനധികൃത പാർക്കിംഗ് കൊഴുക്കുന്നത്. ആദ്യകാല കുടിയേറ്റ ഗ്രാമമാണ് ഉപ്പുതറ. വികസന കാര്യത്തിൽ അത്ര വലിയ പുരോഗതിയൊന്നും ഉപ്പുതറയ്ക്ക് ഇന്നും കൈവരിക്കാനായിട്ടില്ല. ദിവസം തോറും ഉപ്പുതറ ടൗണിൽ ഗതാഗത പ്രതിസന്ധി രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ്. പഞ്ചായത്ത് സ്ഥിതി ചെയ്യുന്നതും ഉപ്പുതറ ടൗണിൽ തന്നെ. ഉപ്പുതറ വലിയ പാലം മുതൽ KCB ജംഗ്ഷൻ വരെ ദിവസം മുഴുവനും എന്ന പോലെ അനധികൃത പാർക്കിംഗ് കാരണം ജനങ്ങൾ ദുരിതാവസ്ഥയിലാണ് കടന്നു പോകുന്നത്. നേരം പുലരുമ്പോൾ തന്നെ സ്വകാര്യ വാഹനങ്ങൾ റോഡിന്റെ ഇരുവശവും നിരക്കും. പിന്നെ ഒരു വാഹനത്തിന് മാത്രം കടന്നു പോകാനുള്ള വീതി മാത്രമാവും ഉണ്ടാവുക. ഇതിലൂടെ ഇരുവശത്തു നിന്നും വാഹനങ്ങൾ എത്തുമ്പോൾ ഗതാഗതക്കുരുക്കും ആരംഭിക്കും. ചില സ്വകാര്യ ബസ്സുകൾ റോഡരികിൽ ഒതുക്കിയിടുന്നതും പ്രതിസന്ധി രൂക്ഷമാക്കുന്നു. ആൾക്കാർക്ക് യാത്ര പോലും ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ ഉപ്പുതറയുടെ റോഡിൻ്റെ രണ്ട് സൈഡിലുമായിട്ട് വാഹനങ്ങൾ പാർക്ക് ചെയ്യുകയാണ്. ബന്ധപ്പെട്ട അധികാരികൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കാറുമില്ല. ഗ്രാമപഞ്ചായത്ത് ഇക്കാര്യങ്ങൾ ശ്രദ്ധിക്കാറില്ല. പലപ്പോഴും നമ്മൾ അതുമായി ബന്ധപ്പെട്ട് നിരവധി തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ പോലും ഇന്ന് വരെ അത് നടപ്പിലാക്കാൻ വേണ്ടി ഈ പറയുന്ന ആൾക്കാരും സഹകരിക്കുന്നില്ല. ഒട്ടേറെ ആളുകൾ, പാവപ്പെട്ട ആളുകൾ, പ്രായമുള്ളവരും ഒക്കെ റേഷൻ കടയിലും അതുപോലെ മെഡിക്കൽ സ്റ്റോറിലും ബാങ്കിലും ഒക്കെ വന്ന് ATMലടക്കം വരാൻ വേണ്ടിയിട്ട് വരുന്ന സമയത്ത് പല വിധത്തിലുള്ള അപകടങ്ങൾ വണ്ടിയിടിച്ചുണ്ടായിട്ടുണ്ട്. ഇനിയും ഒട്ടേറെ അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കോട്ടയം മെഡിക്കൽ കോളേജിൽ അടക്കം രോഗികളുമായി ആംബുലൻസ് കടന്നുപോകുന്ന റോഡിലാണ് നിരന്തരം ഗതാഗതക്കുരുക്ക് ഉണ്ടാവും വിധം പാർക്കിംഗ് രൂക്ഷമാകുന്നത്. റോഡിലെ ഫുട്പാത്തുകൾ സ്വകാര്യ വാഹനങ്ങൾ കൈയടക്കുമ്പോൾ കാൽനട യാത്രക്കാർ റോഡിന്റെ മധ്യഭാഗം തെരഞ്ഞെടുത്ത് യാത്ര ചെയ്യുകയാണ്. ഇത് പലപ്പോഴും അപകടാവസ്ഥയും ഉണ്ടാക്കും. ഗതാഗതക്കുരുക്കിന് പഞ്ചായത്തും പൊതുമരാമത്ത് വകുപ്പും ഒരുപോലെ കുറ്റക്കാരാണ്. കുടിയേറ്റം കഴിഞ്ഞ് 100 വർഷം കഴിഞ്ഞിട്ടും ഉപ്പുതറയ്ക്ക് മാത്രം വികസനം അകലെയാണ്. ഇടുക്കി വിഷൻ ന്യൂസ്, ഉപ്പുതറ.